സോ നമ്മളിനി ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനിലേക്കാണ് വന്നിരിക്കുന്നത്. വീട് വാങ്ങിക്കുന്നതിൻ്റെ ഒരു പ്രോസസ്സ് അത് വളരെ ഷോർട്ടാക്കി ചേട്ടൻ പറഞ്ഞു തരും. അപ്പോൾ ചേട്ടൻ എങ്ങനെയാണ് ഈ ഒരു വീട്ടിലേക്ക് എത്തിയെന്നുള്ളത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരാളുടെ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് ഇപ്പോൾ ചേട്ടൻ പറയും. ചേട്ടൻ എങ്ങനെയാണ് നമ്മളിപ്പം വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർക്കൊരു ജസ്റ്റ് ഒരു ഐഡിയ കൊടുക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ എങ്ങനെയാണ്. അതായത് നമുക്കിപ്പം ലോണ് നമുക്ക് പ്രോസസ്സ് ആണ്, ലോണില്ലാണ്ട് തീർച്ചയായിട്ടും പറ്റത്തില്ല. അപ്പം എത്ര പെർസെൻറ്റേജ് ആണ് ഒരു എമൗണ്ട് കൊടുക്കേണ്ടത്, പിന്നെ ഇവിടുത്തെ ഒരു ഹൗസിൻ്റെ ഈ ഒരു ഏരിയയിലെ വീടിൻ്റെ ഒരു ആവറേജ് പ്രൈസിങ് ഒക്കെ എങ്ങനെയാണ്, അത് ആദ്യമായിട്ടൊന്ന് പറയാം. എങ്ങനെയാണ് പ്രൈസിങ്, ഒരു ആവറേജ് പ്രൈസിങ് ഈ ഒരു ഏരിയയിലെ? കോമൺലി ഒരു 4 bedrooms ആണെങ്കിൽ ഒരു 8-ന് മുകളിലേക്കാവും. ഓക്കെ. പിന്നെ ലക്കി ഉണ്ടെങ്കിൽ ഒരു 7.80, പിന്നെ ഒരു 8.20, അങ്ങനെയാണ് അതിൻ്റെ റേഞ്ചിൽ പോകുന്നത് വിലയും കാര്യങ്ങളും. എങ്ങനെയാണെങ്കിലും ഇവിടെ ഇപ്പോൾ ഒരു 8-ന് മുകളിൽ വിലയുണ്ട് ഈ ഏരിയയിൽ. പിന്നെ ഒരു 3 bedrooms ആണെങ്കിൽ ഒരു അത് റൂമിൻ്റെ ഒക്കെ വലിപ്പം പോലെ ഇരിക്കും. പിന്നെ വീടിൻ്റെ മൊത്തം എത്ര ഇതുണ്ടെന്ന് ഇരിക്കും, ലെന്ത് പോലെ ഇരിക്കും പല കാര്യങ്ങളും, സ്ക്വയർ മീറ്റർ പോലെ ഇരിക്കും പല കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഇപ്പം ചിലർ ഇപ്പോൾ 6 രൂപയ്ക്ക് വീട് വാങ്ങിയവരുണ്ട് 3 bedroom. പക്ഷേ നമുക്ക് കുറച്ചും കൂടെ വലിയ വീടാണെങ്കിൽ അത് യൂണിറ്റ് ഹൗസാണ്. ഇൻഡിപെൻഡൻറ്റ് ഹൗസ് 3 bedrooms വാങ്ങണമെങ്കിൽ ഒരു 7 രൂപ അടുത്ത് വരും. ഓക്കെ. അപ്പോൾ അത് ഏരിയ അനുസരിച്ചുണ്ട്. ഇതൊരു സെപ്പറേറ്റ് ഹൗസാണ്. അപ്പം സെപ്പറേറ്റ് ഹൗസിനും അതിന് ഈ യൂണിറ്റ്, നമ്മളിവിടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു 1 അല്ലെങ്കിൽ 2 വീട് ചേർന്നിട്ട് അതൊരു എന്താ പറയുക ഡിവിഷൻ പോലെ വരും. അങ്ങനെ ഒരു രണ്ട് സ്ഥലത്ത് ഒരു വീട്, അങ്ങനെയാണ് യൂണിറ്റ്. ഇതൊരു സെപ്പറേറ്റ് ഹൗസ് ആണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു റേറ്റിനും വ്യത്യാസം ഉണ്ടല്ലോ ലാൻഡിന്. സെപ്പറേറ്റ് ഹൗസ് ആകുമ്പോൾ പറഞ്ഞാൽ പ്രൈവസി ചിലപ്പം കുറയുമായിരിക്കും. പിന്നെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർ എങ്ങനെ ഇരിക്കും എന്ന പോലെ. യൂണിറ്റ് ഹൗസ് ആണെങ്കിൽ അങ്ങനെ പ്രശ്നമുണ്ട്. പക്ഷേ എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ യു, അതാണ് അതിൻ്റെ അകത്തെ കാര്യങ്ങൾ. പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ യൂണിറ്റ് ഹൗസിൽ ഇച്ചിരി പ്രശ്നമായിരിക്കും. പിന്നെ ഇൻഡിപെൻഡന്റ് ഹൗസ് ആകുമ്പോൾ നമുക്കൊരു 7 രൂപയ്ക്കൊക്കെ വലിയ കുഴപ്പമില്ലാത്തൊരു 3 bedrooms കിട്ടും. അതല്ല, ഏരിയയുടെ വാല്യൂ അനുസരിച്ചിട്ടാണ് വീടിന് വാല്യൂ വരുന്നത്. അത് ഒരു ഏരിയ അനുസരിച്ചിരിക്കും. പിന്നെ ഇതിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പം ഇവിടെ 2 ഓപ്ഷനുണ്ട് നമുക്ക്. ഒന്നെങ്കിൽ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് സെയിൽ. പ്രൈവറ്റ് സെയിൽ തീരെ കുറവാണ്. പിന്നെ ഇപ്പം നമ്മൾ റിയൽ എസ്റ്റേറ്റ് വഴിയാണെങ്കിൽ ആദ്യം നിങ്ങൾ പോകുന്നതിന് മുമ്പേ നിങ്ങളൊരു മോർഗേജ് ബ്രോക്കറെ കണ്ടിട്ട് എത്ര ലോൺ നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക. ആദ്യം തന്നെ അത് ഫിക്സ് ചെയ്യുക. അപ്പം ആ ബ്രോക്കർ നിങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ ഒരു 3 സാലറി സ്ലിപ്പ് ചോദിക്കും. 3 months ആണോ അതോ 3 fortnightly ആണോ? 3 fortnightly. അത് പെർമനന്റ് ജോബ് ആണെങ്കിൽ ഏത് ജോലിയാണെങ്കിലും. അപ്പം അത് കൊടുത്തു കഴിയുമ്പം അവർ പറയും നിങ്ങൾക്ക് എന്തായാലും ലോൺ അപ്രൂവൽ കിട്ടുമെന്ന് പറയും. നിങ്ങളുടെ ലിമിറ്റ് പറയും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്കൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ അത് കിട്ടിക്കഴിയുമ്പം നിങ്ങൾക്ക് പുള്ളി വഴി ബാങ്കിൽ അപ്രൂവ് ചെയ്ത് ഒരു കണ്ടീഷണൽ ഓഫർ എടുക്കാൻ പറ്റും. എത്ര ലോൺ കിട്ടും എന്നുള്ളത്. അപ്പം അത് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും, നമുക്ക് ഇത്രയും ബഡ്ജറ്റിനുള്ളിലുള്ള വീട് വാങ്ങിക്കാം എന്നുള്ളതല്ലേ. അങ്ങനെ കിട്ടും. ഒരു $600,000 ആണെങ്കിൽ നമുക്ക് അതിൽ കയറാൻ പറ്റത്തില്ല, അതിൽ താഴെ നിൽക്കുന്ന അതിനുള്ളിലായിരിക്കണം, എമൗണ്ടിനുള്ളിലായിരിക്കണം. അപ്പം നിങ്ങളൊരു ഓരോ ബാങ്ക് ഡിപ്പെൻസ് വ്യത്യാസമുണ്ട്. പിന്നെ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. അതായത് ഇപ്പം ഞാൻ കോമൺവെൽത്തിന്റെ ഒരു കസ്റ്റമറാണ്. അപ്പം നമ്മളുടെ സെയിം ബാങ്ക് തന്നെ നമുക്ക് ലോൺ തരണമെന്നുണ്ടോ അതോ വേറെ ഒരു ബാങ്കിലേക്ക് നമുക്ക് അപ്രോച്ച് ചെയ്ത് അങ്ങനെ ലോൺ എടുക്കാൻ പറ്റുമോ? ഏത് ബാങ്ക് വേണമെങ്കിലും നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഇപ്പം ബാങ്ക് അല്ലാത്ത സ്ഥാപനങ്ങളിലൂടെ ലോൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ബ്രോക്കർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. മോർഗേജ് ബ്രോക്കർ നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാം, ബ്രോക്കർ വഴി അപ്ലൈ ചെയ്യാം. സേഫസ്റ്റ് ആയിട്ടുള്ളത് മോർഗേജ് ബ്രോക്കർ. അത് കുറച്ചും കൂടെ ബ്രോക്കർ ആയിരിക്കും കുറച്ചും കൂടെ ഹെൽപ്ഫുൾ നിങ്ങളെ പല രീതിയിൽ. അപ്പം നമുക്ക് എല്ലാ കാര്യവും അറിയത്തില്ലല്ലോ ഇതിൻ്റെ കാര്യത്തിലാകുമ്പോൾ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഒരു 10% അല്ലെങ്കിൽ 5% നമ്മൾ ഇടണം. ഡെപ്പോസിറ്റ് നമ്മൾ കാണിക്കണം. അപ്പം ഞങ്ങൾ വെസ്റ്റ് പാക്കായിരുന്നു. വെസ്റ്റ് പാക്കിൽ നഴ്സസ് ആയതുകൊണ്ട് അവർക്കൊരു ഓഫർ ഉണ്ടായിരുന്നു. 10% ഗവൺമെന്റ് നഴ്സസിന് മാത്രമാണോ അതോ എല്ലാവർക്കും? എല്ലാ നഴ്സസിനും അവൈലബിൾ ആണ്. ഹെൽത്ത് കെയർ ഉള്ളതുകൊണ്ട് ഓരോ ടൈം അനുസരിച്ച് അത് വേരിയേഷൻ വരും. അപ്പോൾ നിങ്ങൾ എടുത്ത സമയത്ത് റീസെന്റ് ഓഫർ ആയിരുന്നു അതുകൊണ്ട്. അപ്പോൾ നമ്മൾ LMI എന്ന് പറയും. ശരിക്കും നമ്മൾ 20% ഡെപ്പോസിറ്റ് കാണിക്കണം ഒരു ലോൺ എടുക്കുമ്പോൾ. അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ലോൺ അഗൈൻസ്റ്റ് മോർഗേജ് ഇൻഷുറൻസ് എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പം അതിനപ്പം ഈ നഴ്സസ് ആകുമ്പോൾ 10% കാണിച്ചാൽ മതി വെസ്റ്റ് പാക്കിന്. അപ്പോൾ ആ ഇൻഷുറൻസ് അവർ ചോദിക്കുന്നില്ല. ഫുൾ ടൈം ജോബാണ്,
ഒരു വർഷം 90,000 മുകളിൽ ശമ്പളം ഉണ്ടെങ്കിൽ ഓക്കെ അവർ ഈ ഇത് ചോദിക്കുന്നില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് ഓഫറുണ്ട്. അത് ചില ബാങ്ക് അങ്ങനെ കൊടുക്കുന്നുണ്ട്, എല്ലാ ബാങ്കും അങ്ങനെ ഇല്ല. അപ്പോൾ നമ്മൾ പല ബാങ്കുകളുമായിട്ട് കോൺടാക്ട് ചെയ്താലുള്ളൂ നമുക്ക് ഏത് ബാങ്കിൽ നിന്നാണ് കൂടുതൽ ലോൺ കിട്ടുന്നതെന്നുള്ള ഒരു ഐഡിയ കിട്ടത്തുള്ളൂ അല്ലേ? പിന്നെ നിങ്ങളുടെ ബ്രോക്കർക്ക് ഇതെല്ലാം അറിയായിരിക്കും, അപ്പം അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ മോർഗേജ് ബ്രോക്കർ ഈസ് ദ മെയിൻ ഫാക്ടർ. അവരാണ് നമ്മളുടെ ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾ എവിടെ ചെന്നാൽ ഇത്ര ലോൺ കിട്ടും എന്നുള്ളത്. പിന്നെ എനിക്കൊന്ന് നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഡിപ്പെൻഡൻസിനനുസരിച്ചിട്ട് നമ്മുടെ ആ ഒരു പ്രൈസിലൊരു ഡിഫറൻസ് വരില്ലേ? അത് വരും ഡെഫിനറ്റ്ലി. അങ്ങനത്തെ കാര്യങ്ങൾ ആദ്യം പോരെ അത് കുഴപ്പമില്ല, പോരട്ടെ. അങ്ങനെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് വീട് കാണാൻ പോകാൻ പറ്റും. ബാങ്കിൽ നിന്ന് നമുക്കൊരു കണ്ടീഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് വീട് കാണാൻ പോകാൻ പറ്റും. പിന്നെ നമ്മൾ ഹോം ടൂറിന് ചെല്ലുമ്പം കണ്ടീഷണൽ ഓഫർ കിട്ടിയവരെയാണ് അവർ കൂടുതൽ വെൽക്കം ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് അവർ ചോദിക്കും നിങ്ങളോട് ഡു യു ഹാവ് എനി അപ്രൂവൽ ഫ്രം ദ ബാങ്ക് ഓർ സംതിങ്. അപ്പോൾ ഇഫ് യു സേ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഓക്കെ അപ്ലൈ ചെയ്തോളാൻ പറയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പം സെയിം ഡേ തന്നെ 3 or 4 ക്ലയൻസ് വന്നിട്ടുണ്ടാവും. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ആരാണ് ഓഫർ കൊടുക്കുന്നത് അവരെയാണ് യൂഷ്വലി അവർ വിളിക്കുക. അങ്ങനെ ഒരു കാര്യമാണ്. അതൊരു എനിക്കൊന്നൊരു ബിഡിങ് പരിപാടി ഉണ്ടല്ലോ. അതായത് ഇപ്പൊ ഞാൻ ഒരു 6 രൂപ പറയുവാണെങ്കിൽ ഇപ്പൊ ചേട്ടൻ ഒരു 6.50 പറയുന്നെങ്കിൽ മോർ ചാൻസസ് ചേട്ടന് വീട് കിട്ടാനുള്ള ഒരിതുണ്ട്. പിന്നെ ഒരു 3 പേര് ഏകദേശം സെയിം അടുത്തടുത്ത് പ്രൈസ് ആണെങ്കിൽ അവർ 3 പേരോടും ചോദിക്കും. അവരെ സെപ്പറേറ്റ് ആയിട്ട് കോൾ ചെയ്ത് ചോദിക്കും. എൻ്റെ ഒരു ഫ്രണ്ടിനോട് അവരങ്ങനെ ചോദിച്ചായിരുന്നു. കാരണം അവളാണ് ആ ഫ്രണ്ടിനെ അവർ ആദ്യം അപ്രോച്ച് ചെയ്തു. നിങ്ങൾക്ക് ഡു യു ഹാവ് എനി ന്യൂ ഓഫർ അവർ ചോദിച്ചു. മുകളിൽ കോട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ്റെ അടുത്ത് സെയിം ചോദ്യം ചോദിക്കും. ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 620 ആണെങ്കിൽ 620 അതിന് മുകളിൽ നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയാണ് നിങ്ങൾക്ക് വീട് തരാമെന്ന് പറയും. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ബിഡിങ് ഉണ്ട്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫർ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അത് ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങളുടെ സോളിസിറ്ററിന്റെ പേര് പറയും. ഇപ്പം ഇവിടെയെല്ലാം ഈ സോളിസിറ്ററാണ് ഡീലിങ്സ് എല്ലാം ചെയ്യുന്നത്. ഇപ്പം ബ്രോക്കർ കഴിഞ്ഞാൽ പിന്നെ മോർഗേജ് ബ്രോക്കർ കഴിഞ്ഞാൽ സോളിസിറ്റർ ആണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ വീട് വാങ്ങാൻ സമയത്ത് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സോളിസിറ്ററിനെ കണ്ടുപിടിക്കണം. പിന്നെ അവർ വഴിയായിരിക്കും നമ്മൾ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. സോളിസിറ്റർ കൈൻഡ് ഓഫ് ലോയർ. അപ്പോൾ അവരാണ് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പം ആദ്യം ചെയ്യുന്നത് പറഞ്ഞാൽ ഈ നമ്മുടെ വീട് വിൽക്കുന്ന ആൾക്കും ഒരു സോളിസിറ്റർ ഉണ്ടാവും. അപ്പോൾ അവർ നമ്മുടെ സോളിസിറ്ററിന് ഒരു കോൺട്രാക്ട് അയച്ചു തരും, എന്തൊക്കെ കണ്ടീഷനാണ് ഇതിൻ്റെ അകത്ത് ഉള്ളതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അത് 2-3 കണ്ടീഷൻ ഉണ്ടാവും. ഒന്ന് ഫൈനാൻസിൻ്റെ ഒരു കാര്യങ്ങളുണ്ടാവും. പിന്നെ വരുന്നത് വേറെ വീട് കണ്ട് നമുക്ക് ഇൻസ്പെക്ഷൻ, വീടിൻ്റെ അത് വേറെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അങ്ങനെ കുറേ ക്ലോസുകളുണ്ട്. നിങ്ങൾ വീടിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ നമുക്കത് എഗ്രിമെൻറ്റിൻ്റെ അത് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പം നമ്മുടെ സോളിസിറ്ററും ഈ കണ്ടീഷൻ എല്ലാം വായിച്ച് നോക്കിയിട്ട് നമ്മളോട് ഡിസ്കസ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമ്മുടെ സോളിസിറ്റർ അതിൻ്റെ അത് ചേഞ്ചസ് വരുത്തി അവർക്ക് പിന്നെ അയച്ചു കൊടുക്കും. അപ്പം ആ സെല്ലർ പിന്നെ അവരത് അപ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോസിയേഷൻ ഡിസ്കഷൻ പിന്നെ നടക്കും. പിന്നെ ഫൈനലി നമ്മൾ കോൺട്രാക്റ്റ് ഉണ്ടാക്കും. കൂടുതലും സംഭവിക്കുന്നത് പറഞ്ഞാൽ മെയിനായിട്ട് ലോൺ ഫൈനാൻസിൻ്റെ ക്ലോസ് ആണ്. ഇപ്പം ലോൺ അപ്രൂവൽ ആയില്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് പിന്മാറും, അവരും പിന്മാറും. അങ്ങനെ ഒരു കണ്ടീഷൻ സാധാരണ വരാറ്. പിന്നെ നമുക്ക് വൺസ് കണ്ടീഷണൽ ബാങ്കിൽ നിന്ന് കണ്ടീഷണൽ ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആണോ, അതോ അതും പിന്നെയും അത് പ്രശ്നമാവോ ഇൻ കേസ് ഒരു ക്ലാഷ് വന്നാൽ? ഫൈനൽ കണ്ടീഷൻ നമുക്ക് കിട്ടണമല്ലോ. സാധാരണഗതിയിൽ കണ്ടീഷണൽ ഓഫർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഫൈനൽ അപ്രൂവൽ കിട്ടും. അതിന് വലിയ ബുദ്ധിമുട്ട് വരാറില്ല. അല്ലെങ്കിലാണ് സാധാരണഗതിയിൽ ബുദ്ധിമുട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഈ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ചെറിയ എമൗണ്ട് കെട്ടി വെക്കേണ്ടി വരും. അപ്പോൾ ആ കെട്ടി വെക്കേണ്ട എമൗണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പം ഒരു ചെറിയ തുക രൊക്കം കൊടുക്കൂല, അത് പിന്നെ തിരിച്ച് കിട്ടൂല. ഇവിടെ ഇതിൻ്റെ അകത്ത് കണ്ടീഷൻ വെക്കുന്നത് അതുകൊണ്ടാണ്. എന്തെങ്കിലും ചാൻസസിൽ ഈ കണ്ടീഷൻ്റെ അകത്ത് എന്തെങ്കിലും വയലേഷൻ വന്നാൽ മാത്രമേ ആ പൈസ തിരിച്ചു കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം ലോൺ അപ്രൂവ് ആയില്ലെങ്കിൽ ഞാൻ പിന്മാറുമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ കൊടുത്ത പൈസ എനിക്ക് തിരിച്ചു കിട്ടും. അപ്പം ഞാൻ 10,000 ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൈസ എനിക്ക് അവർ തിരിച്ചു തരും. അതുകൊണ്ടാണ് ആ ക്ലോസ് വെക്കുന്നത്. പിന്നെ അത് യൂഷ്വലി ഒരു 21 days ആണ്, 21 to 30 days ആണ് നമ്മൾ ഇതിനെ വെക്കുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ ഇപ്പോൾ ഫൈനാൻസ് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഒരു ക്ലോസ് വെക്കും, നമ്മൾ സെറ്റിൽമെൻറ്റ് ചെയ്യുമെന്ന്. അപ്പോൾ സെറ്റിൽമെൻറ്റ് ഡേയിൽ നമ്മൾ പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ വക്കീലാണ് ബാങ്കുമായിട്ടും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. സെറ്റിൽമെന്റ് നമ്മൾ ഡെപ്പോസിറ്റ് കൊടുക്കുന്ന ദിവസമാണോ അതോ വീട് തരുന്ന ദിവസമാണോ? എനിക്ക് മനസ്സിലായില്ല. സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്
സെറ്റിൽമെൻറ്റിന് മുന്നേ തന്നെ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റിൻ്റെ പൈസ കാണിക്കണം. ഓക്കെ. അപ്പോൾ അവർ നമ്മുടെ മുൻകൂട്ടി പറയും എന്നാണ് സെറ്റിൽമെൻറ്റ് വരുന്നതെന്ന്. അപ്പം സെറ്റിൽമെൻറ്റ് വരുന്നതിൻ്റെ 2 ദിവസം മുന്നേ നമ്മുടെ മോർഗേജ് ബ്രോക്കർ പറയും പൈസ കാണിക്കാൻ പറയും. ഓക്കെ. അപ്പോൾ സെറ്റിൽമെൻറ്റ് ഡേയുടെ അന്ന് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ അവർ വിഡ്രോ ചെയ്യും. ഓക്കെ. പിന്നെ ബാക്കി പൈസ ബാങ്ക് സെല്ലർക്ക് കൊടുക്കും ആ ദിവസം. ഓക്കെ. അപ്പം പിന്നെ അന്ന് വീട് നമ്മുടെ പേരിലേക്കായി. പിന്നെ നാട്ടിലെ പോലെ നമ്മുടെ എഴുത്തുകൂത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ കുറച്ച് സമയം എടുക്കും. അത് നമ്മൾ ഓൺലൈനാണോ ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത്, ഈ എഴുത്ത് പരിപാടികൾ? അതോ നമ്മൾ എവിടെ സോളിസിറ്ററിന്റെ അടുത്ത് നേരിട്ട് പോകണോ? സോളിസിറ്റർ നമുക്ക് വേണ്ടി ഡോക്യുമെന്റ് എല്ലാം അയച്ചു തരും. ആദ്യം തന്നെ നമ്മൾ കോൺട്രാക്ട് ഒപ്പിട്ട് കഴിയുമ്പം സോളിസിറ്റർ എല്ലാ ഡോക്യുമെന്റ്സും നമുക്ക് അയച്ചു തരും ഡിജിറ്റലി. നമ്മൾ അതെല്ലാം സൈൻ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ നമ്മുടെ ID വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 ID വേണം. ഓക്കെ. ഫോട്ടോയുള്ള 2 IDs വേണം. അപ്പോൾ അത് രണ്ടും കൊടുത്ത് എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും. പിന്നെ അവസാന പ്രോസസ്സിലെല്ലാം സോളിസിറ്ററാണ് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. പിന്നെ വീട് എടുക്കാൻ എനിക്കൊന്ന് PR നിർബന്ധമുണ്ട് അല്ലേ? ടാസ്മാനിയയിൽ വർക്ക് വിസ ഉള്ളവർക്കും വീട് എടുക്കാം. പക്ഷേ ടാക്സ് കൂടുതൽ കൊടുക്കണം. ഫോറിൻ ടാക്സ് കൊടുക്കണം. ഇവിടെ മാത്രം അങ്ങനത്തെ നിയമമുണ്ട് എൻ്റെ അറിവിൽ. പിന്നെ ചെയ്യേണ്ടത് സെറ്റിൽമെന്റ് ഡേയിലാണ് നമുക്ക് കീ കിട്ടും. അതാണ് യൂഷ്വലി നടക്കാറ്. അല്ലെങ്കിൽ പിന്നെ അവർ നേരെ ഡിസ്കസ് ചെയ്യും. അവർക്ക് ഇത്ര സമയം വേണമെന്ന് അവർ പറയും. 1 month അല്ലെങ്കിൽ 2 month. അപ്പം നമ്മൾ അത് ചിലപ്പം കണ്ടീഷനായി വെക്കും. അതെങ്ങനെയാണ് അതിൻ്റെ ഡീലിങ്സ് പോകുന്നതെന്നുള്ളത്. യൂഷ്വലി സെറ്റിൽമെന്റ് ഡേ എന്ന് തന്നെ നമുക്ക് കീ കിട്ടും. പിന്നെ വേറെ ഇഷ്യൂസ് ഒന്നും വരാറില്ല സാധാരണഗതിയിൽ. ഓക്കെ. സോ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. ഇവിടുത്തെ വീട് വാങ്ങിക്കുമ്പോൾ ഉള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു വീടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കുന്നതിൻ്റെ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ വീട് പണിയുന്നതിൻ്റെ പ്രോസസ്സിങ്, അതായത് വീട് നമ്മൾ സ്ഥലം വാങ്ങിച്ച് പണിയുന്നതിൻ്റെ പ്രോസസ്സ് വേറെയാണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. എന്താണെങ്കിലും നമ്മൾ വീട്ടിലേക്ക് നമ്മൾ റിക്വസ്റ്റ് ചെയ്തപ്പം ലിവി ചേട്ടൻ സംബന്ധിച്ച് നമ്മൾ എല്ലാവരുടെയും ഡ്യൂട്ടി നോക്കണം, എൻ്റെ വൈഫിൻ്റെയും ചേട്ടൻ്റെ വൈഫിൻ്റെയും. കാരണം നമ്മളൊരു വീട്, എസ്പെഷ്യലി ഒരു ഹോം ടൂർ ചെയ്യുമ്പോൾ വീട്ടിലുള്ള ആൾക്കാരില്ലെങ്കിൽ അതിനൊരു കംപ്ലീറ്റ്നെസ് ഉണ്ടാകത്തില്ല. എനിവേ താങ്ക് യു സോ മച്ച് ചേട്ടാ. ചേച്ചി ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും അതുവരെ ബൈ.